9 മാസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഫ്ലോറിഡ തീരത്ത് US സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:57 സുനിതയെയും സംഘത്തെയും വഹിക്കുന്ന പേടകം പതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചു. ബഹിരാകാശത്ത് നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ ലൈവ് സംപ്രേഷണം ചെയ്യുമെന്ന് നാസ അറിയിച്ചു. ICC-യിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ 9 മടങ്ങി വരുന്നതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ മുതൽ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:30 മുതൽ നാസ സ്ട്രീം ചെയ്യും. സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ഹേഗും റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബുർണോവും ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഉണ്ടാകും. 9 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയെങ്കിലും സാങ്കേതിക തകരാറിനെ തുടർന്ന് കുടുങ്ങിപ്പോയ സുനിതയും വിൽമോറും 200 ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കാണ് ഇക്കാലയളവിൽ പങ്കാളികളായത്. മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന സുപ്രധാന പഠനവും ബഹിരാകാശ നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടും. ബഹിരാകാശ സഞ്ചാരികളുടെ 6 മാസം എന്ന പരമാവധി കാലയളവും സുനിതയും വിൽമോറും മറികടന്നു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ റെക്കോർഡ് റഷ്യക്കാരനായ വലേരി പൊളിയാക്കോവിനാണ്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് റുബിലോയ 371 ദിവസവും ബഹിരാകാശ പേടകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സുനിതയുടെയും വിൽമോറിന്റെയും മടങ്ങിവരവ് അനിശ്ചിതമായി നീണ്ടത് കടുത്ത ആശങ്കയാണ് ഉയർത്തിയത്. ഇടക്കാലത്ത് സുനിത വളരെ ക്ഷീണിതയായുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ US-ൽ കനത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു. സുനിതയെയും സംഘത്തെയും മടക്കിക്കൊണ്ടുവരുന്നതോടെ നാസയുമായുള്ള സ്പേസ് എക്സിന്റെ പങ്കാളിത്തവും വർദ്ധിക്കുകയാണ്. ബോയിങ് പേടകത്തിന്റെ സാങ്കേതിക തകരാർ എല്ലാ തരത്തിലും സ്പേസ് എക്സിന് ഗുണകരമായെന്നും വിലയിരുത്തലുണ്ട്. നിർണായകമായ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശേഷി സ്പേസ് എക്സ് കൈവരിച്ചു എന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു. ത്രസ്റ്ററുകൾ പണിമുടക്കിയതോടെയാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈറ്റ് പേടകം സുനിതയും വിൽമോറും ഇല്ലാതെ ഭൂമിയിലേക്ക് മടങ്ങി വന്നത്. തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരമൊരു തീരുമാനം നാസ കൈക്കൊണ്ടത്. കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയിൽ തിരിച്ചെത്തുന്ന സുനിതയെയും ബുഷ് വിൽമോറിനെയും ജീവിതം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഇതിനകം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മാസങ്ങളോളം ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞിട്ടാണ് ഇരുവരും ഭൂമിയിലേക്ക് എത്തുന്നത്. ദീർഘകാലത്തെ ബഹിരാകാശവാസം കാരണം യാത്രികർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ പറയുന്നു. ലളിതമായ ജോലികൾ പോലും തുടക്കത്തിൽ കഠിനമായിട്ടായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുക. ബഹിരാകാശത്ത് ദീർഘനേരം ചെലവഴിക്കുന്ന ബഹിരാകാശ യാത്രികരിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ അഭാവം മൂലം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഗുരുത്വാകർഷണത്തിന്റെ അഭാവം അസ്ഥികളുടെ സാന്ദ്രത ഗണ്യമായി കുറയ്ക്കുന്നു. ഇതുമൂലം കൈകൾ, കാലുകൾ തുടങ്ങി ഹൃദയം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ പേശികൾ ക്ഷയിക്കാൻ തുടങ്ങുന്നു. മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശ യാത്രികർക്ക് പ്രതിമാസം അവരുടെ അസ്ഥികളുടെ മാസിന്റെ 1 മുതൽ 2% വരെ നഷ്ടപ്പെടുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഭാരം വഹിക്കുന്ന തുടയെല്ല്, നട്ടെല്ല് തുടങ്ങിയ അസ്ഥികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അസ്ഥികൾക്ക് പെട്ടെന്ന് ഒടിവും സംഭവിക്കാം. കാലിലെ കട്ടിയുള്ള ചർമ്മം അടർന്ന് കുട്ടികളുടേതുപോലെ മൃദുലമായ ചർമ്മം വളരുന്നതിനാൽ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാൽപാദങ്ങൾ പോലെ അനുഭവപ്പെടുകയും ചെയ്യാം. പിന്നീട് ആഴ്ചകളോ മാസങ്ങളോ എടുക്കും പഴയ കട്ടിയുള്ള ചർമ്മം വളർന്നു വരാൻ. ഇതുമൂലം നടക്കുമ്പോൾ പ്രയാസവും വേദനയും അനുഭവപ്പെടാം. മറ്റൊന്ന് റേഡിയേഷൻ ആണ്. ഇത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. വലിയ തോതിൽ കോസ്മിക് വികിരണങ്ങൾക്ക് വിധേയരാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ബഹിരാകാശ യാത്രികർ ഭൂമിയിലേതിനേക്കാൾ 50 മുതൽ 200 മടങ്ങ് വരെ റേഡിയേഷൻ ബഹിരാകാശ യാത്രികരെ ബാധിക്കാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ എക്സ്പോഷർ മനം പുരട്ടൽ, ഛർദി, ക്ഷീണം എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കും കാരണമാകാം. ക്രമരഹിതമായ പ്രകാശ ചക്രങ്ങൾ, പരിമിതമായ ഉറക്കം, ബഹിരാകാശ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിന്റെ സമ്മർദ്ദം എന്നിവയെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പെട്ടെന്ന് ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തത് ഉത്കണ്ഠയും വളർത്തുന്നു. മാസങ്ങളോളം ഭാരമില്ലാതെ പൊങ്ങിക്കിടക്കുന്ന ശരീരത്തിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ തിരിച്ചെത്തുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വീണ്ടും പഠിക്കേണ്ടി വരും. അതിനാൽ തന്നെ സുനിതയും ബുഷും തിരിച്ചെത്തിയാൽ ഭൂമിയിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ഇരുവർക്കുമായി വിപുലമായ പുനരധിവാസ പദ്ധതിയാണ് നാസ ആസൂത്രണം ചെയ്യുന്നത്. കോമയിൽ നിന്ന് പുറത്തു വന്ന ഒരാൾക്ക് നൽകുന്ന തീവ്രമായ ഫിസിയോതെറാപ്പി ആയിരിക്കും ഇവർക്കും നൽകുക. ആഴ്ചകളോളം വ്യായാമങ്ങൾ, സൈക്ലിംഗ്, ട്രെഡ്മിൽ തുടങ്ങിയവയുള്ള കാർഡിയോവാസ്കുലർ വ്യായാമങ്ങളും കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയാൽ സമ്പുഷ്ടമായ കൃത്യമായ ഡയറ്റ് എന്നിവയും നാസയുടെ ബഹിരാകാശ യാത്രികർക്കായുള്ള പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്.